ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജിൽസി സ്വാഭാവികമായിട്ട് അവകാശവാദങ്ങൾ ഉണ്ടാകും. ഈ അവകാശവാദങ്ങൾക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ആയുസുള്ളത്. ഇപ്പോൾ ഇന്നിപ്പോൾ 20-ാം തീയതി, ഒരു 3 ദിവസം കഴിയുമ്പോൾ 23 കഴിഞ്ഞ് 24-ാം തീയതി ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു 10 മണി വരെ ഈ അവകാശവാദങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർക്കും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കും സ്ഥാനാർത്ഥികൾക്കുമെല്ലാം ഉന്നയിക്കാം. പക്ഷേ ഇതിന്റെ റിയാലിറ്റി എന്തായാലും ഇപ്പോൾ നിലമ്പൂരിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നിലമ്പൂരിൽ ആരാണ് ജയിക്കുക എന്നുള്ളത് നിലമ്പൂരിലെ ജനത വിധി എഴുതി ആ പെട്ടി ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്, അതിന്റെ സേഫ്റ്റി റൂമിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ അവകാശവാദങ്ങൾക്കുള്ള സമയമാണിത്. അവർക്ക് സ്വാഭാവികമായിട്ട് അവകാശവാദങ്ങൾ ഉന്നയിക്കും. ഈ അവകാശവാദങ്ങളുടെ കണക്ക് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ LDF തുടങ്ങി നമുക്ക് അൻവറിലേക്ക് വരാം. LDF പറയുന്നത് അവർക്ക് 3 പഞ്ചായത്തിൽ, പോത്തുകൽ പഞ്ചായത്ത്, കരുളായി പഞ്ചായത്ത്, അമരമ്പലം പഞ്ചായത്ത്, ഈ 3 പഞ്ചായത്തിൽ അവർക്ക് ലീഡ് കിട്ടും. അതേപോലെ തന്നെ ചുങ്കത്തറയിൽ നേരിയ ലീഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്ന വോട്ടിൽ ഒരു 70-ന് മുകളിലുള്ള വോട്ട്, 70-ന് മുകളിലേക്ക് എത്തിച്ചേരും. കഴിഞ്ഞ തവണ 82,000-ൽ പരം വോട്ട് അൻവർ നേടിയിട്ടുണ്ട്. ഇത്തവണ അതിലേക്ക് എത്തുന്ന തരത്തിൽ പാർട്ടി സംവിധാനം ആകെ ചലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. വലിയ ഭൂരിപക്ഷം എന്നവർ പറയുന്നില്ല, നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇട ക്യാമ്പ് വിലയിരുത്തുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒരു 3 ആഴ്ചക്കാലം ഇവർ നടത്തിയിട്ടുണ്ട്. പിന്നെ ജിൽസി സൂചിപ്പിച്ചപ്പോൾ തന്നെ സ്വരാജിന്റെ ഒരു സ്ഥാനാർത്ഥിത്വം, അത് LDF സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, LDF ഒരു ആളായിരുന്ന ആൾ രാജിവെച്ചിട്ട് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ പൊതു സ്വതന്ത്രനെ പരിഗണിച്ചുകൊണ്ടിരുന്ന സമയമാണ്, സ്ഥലങ്ങളാണ് നിലമ്പൂർ എന്നുള്ളത്. പക്ഷേ ഒരു പാർട്ടി സ്ഥാനാർത്ഥിയെ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ CPM ഏറ്റവും പ്രധാനപ്പെട്ട മുഖം എന്ന് പറയാൻ കഴിയുന്ന സ്വരാജിനെ ഇവിടെ മത്സരിപ്പിക്കുകയാണ് ഇടതുമുന്നണി ചെയ്തത്. ആ സ്ഥാനാർത്ഥിത്വം ഈ മണ്ഡലത്തിൽ വലിയ സ്വീകാര്യത ഉണ്ടാക്കിയിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. സ്വരാജിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും എതിരഭിപ്രായങ്ങൾ നമ്മൾ ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 3 ആഴ്ചക്കാലമായിട്ട് ഞാനിവിടെ ഉള്ളത് കൊണ്ട് പറയാം, സ്വരാജിനെ കുറിച്ച് വ്യക്തിപരമായി ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു മോശം വാക്ക് പോലും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം, അദ്ദേഹത്തിന്റെ ഇടപെടലും, അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിൽ സംസാരിക്കുന്ന രീതിയൊക്കെ കൊണ്ട് ആയിരിക്കാം യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സ്വരാജിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് പാർട്ടി സംവിധാനം ആകെ ചലിച്ചപ്പോൾ പിന്നെ മറ്റ് സമവാക്യങ്ങളെല്ലാം കൂടി നമ്മൾ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് മനോഹരമായ വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ, ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് പോലെയുള്ള മനോഹരമായ വാക്കുകൊണ്ട് വർഗീയത, അതൊക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് 2 മുന്നണികളും ഒരേപോലെ ഉപയോഗിച്ചുകൊണ്ട് അത് സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി അവിടെ വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ് LDF പ്രതീക്ഷ. അത് നല്ല രീതിയിൽ ഇവിടെ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ നമുക്ക് നല്ല രീതിയിൽ അത് കാണാൻ കഴിഞ്ഞിട്ടുമുണ്ട്. UDF വരികയാണെന്നുണ്ടെങ്കിൽ UDF വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. 12,000 മുതൽ 20,000 വോട്ടിന് ഇടയിൽ വരെ ഭൂരിപക്ഷം നേടി വിജയിക്കും എന്നുള്ളതാണ് UDF ക്യാമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷ. അവർ വലിയ ഭൂരിപക്ഷം നിലമ്പൂർ നഗരസഭയിൽ നല്ല ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്, ചുങ്കത്തറയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്, പോത്തുകൽ പഞ്ചായത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. വഴിക്കടവാണ് ചെറിയൊരു നേരിയ ആശങ്കയായിട്ട് അവർ പറയുന്നത്. കാരണം PV അൻവറിന് കുറച്ച് സ്വാധീനമുള്ള സ്ഥലമാണ് വഴിക്കടവ് എന്നുള്ളത്. വഴിക്കടവിൽ എങ്കിലും ചെറിയ ഭൂരിപക്ഷം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, കരുളായിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 12,000 മുതൽ 20,000 വോട്ട് വരെ ഉണ്ടാകും. ഒരു ആന്റി ഇൻകംപൻസി, അത് നമുക്ക് പരസ്യമായി ഈ മണ്ഡലത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഒരു സൈലന്റ് ആന്റി ഇൻകംപൻസി ഉണ്ടായിരുന്നു എന്നാണ് UDF നേതാക്കന്മാർ വ്യക്തമാക്കുന്നത്. പിന്നീട് ഈ സമീപകാലത്തൊന്നും കാണാത്ത പോലെയുള്ള പാർട്ടി സംവിധാനങ്ങളാകെ ചലിച്ചിട്ടുണ്ട്. ലീഗിന്റെ നേതൃത്വത്തിലാണ് ഇതെല്ലാം ഉണ്ടായത്. ലീഗിന് മലപ്പുറത്തെ ഒരു പോരാട്ടത്തിൽ ഒരു തോൽവി എന്നുള്ളത് ലീഗിന് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് ലീഗിന്റെ അണികളാകെ ഇവിടെ ഇറങ്ങി ചലിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ വോട്ടായി വരും എന്നവർ കണക്ക് കൂട്ടിക്കൊണ്ട് 12,000 മുതൽ 20,000 വരെ വോട്ട് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അൻവറിന്റെ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. അൻവർ വലിയ പ്രതീക്ഷ പങ്കുവെക്കുകയാണ്. കറുത്ത കുതിരയാകുമോ എന്ന് ചോദിച്ചാൽ കറുത്ത കുതിരയാകുമോ എന്നുള്ള സംശയം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ 75,000 എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കൂടിപ്പോയി. എങ്കിലും അൻവർ വോട്ട് പിടിക്കും, അതിനകത്ത് യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അൻവർ പിടിക്കുന്ന വോട്ട് 2 മുന്നണികളുടെ ജയപരാജയങ്ങളെ നിശ്ചയിക്കും എന്ന കാര്യത്തിലും സംശയമില്ല.